ഗ്രാമീണ കളികളും ഗ്രാമീണ ഭാഷകളും ഒരു കാലത്തെ നമ്മുടെ നാടിന്റെ സൗന്ദര്യമായിരുന്നു. എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ആൻഡ് ലൈക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ അകലെ വിശാലമായ പറമ്പാണ്. അതിൽ ഇഷ്ടംപോലെ പറങ്കിമാവുണ്ട്, മാവുണ്ട്, തെങ്ങ്, പ്ലാവ്, ഇങ്ങനെ വ്യത്യസ്തമായ വൃക്ഷങ്ങൾ അവിടെയുണ്ട്. ഒരു ദിവസം ഞാനും എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് മുസ്തഫ എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും കശുവണ്ടി എടുക്കാൻ വേണ്ടി പറമ്പിലേക്ക് പോയി. ഇവിടെ കശുവണ്ടി എടുക്കാൻ പോകുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കളിച്ചൊരു കളിയുണ്ട്, അണ്ടിത്തമ്പ് കളി. ഈ അണ്ടിത്തമ്പ് കളി എന്ന് പറഞ്ഞാൽ പറങ്കിയുടെ അണ്ടി കൊണ്ടാണ് അല്ലെങ്കിൽ കശുവണ്ടി കൊണ്ടാണ് ഈ അണ്ടിത്തമ്പ് കളി കളിക്കാറുള്ളത്. അപ്പോൾ ഇത് കളിക്കണമെങ്കിൽ ഇഷ്ടംപോലെ കശുവണ്ടി വേണം. അതിനുവേണ്ടി കശുവണ്ടി എടുക്കാനാണ് ഞങ്ങൾ അവിടെ പോയിരുന്നത്. പറമ്പിലെത്തിയപ്പോൾ എൻ്റെ അമ്മായിൻ്റെ മകനും ഞങ്ങളുടെ കൂടെ കൂടി. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം, പ്രത്യേകിച്ച് ഈ സ്ഥലത്തിൻ്റെ ഉടമ വരുന്നുണ്ടോ എന്ന് നോക്കണം. എനിക്കാവുമ്പം വല്ലാത്ത ദൂരക്കാഴ്ചയില്ല, ഇനി എത്ര ദൂരത്തുനിന്ന് ആര് വരുന്നതും ഇവർക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവരെ താഴെ നിർത്തിയിട്ട് ഞാൻ മരത്തിൻ്റെ മേലെ കയറിയത്. മരത്തിൻ്റെ മേലെ കയറി കശുവണ്ടി ഞാനിങ്ങനെ പറിച്ച് താഴേക്കിടുകയാണ്. പെട്ടെന്ന് ഈ കാടിൻ്റെ ഉള്ളിൽ നിന്നും ഒരാൾ ചാടി വരുന്നുണ്ട്. ആരുടെ എൻ്റെ പറങ്കിമാവിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞ ഇയാളിങ്ങനെ ഓടി വരുന്നത്. ഇയാൾ ഓടി വന്ന സമയത്ത് ഈ നോക്കാൻ എളുപ്പിച്ച് രണ്ടാണല്ലോ, ഇവരും തിരിഞ്ഞു ഓടാൻ തുടങ്ങി. അതിൽ അവസാനം ഞാൻ ഒറ്റയ്ക്ക് എന്തായി, ഈ മരത്തിന്റെ മുകളിൽ കുടുങ്ങുകയും ചെയ്ത്. ഇവർ രണ്ടുപേരും മരണ ഓട്ടം ഓടിയെന്നല്ല, ഇവർ ഓടിയ സ്ഥലത്ത് പുല്ല് പോലും മുളച്ചില്ല. ആ രീതിയിലാണ് ഇവർ രണ്ടാളും ഓടിയത്. ഇവരെ പിന്നാലെ ഈ കാക്കയും ഓടാൻ തുടങ്ങി, ഈ സ്ഥലത്തിന്റെ ഉടമ. ഇയാൾക്ക് ഇവരെ കിട്ടിയില്ല. ആ സമയം ഞാൻ എന്ത് ചെയ്തേ, പെട്ടെന്ന് മരത്തിന്റെ മേലെ താഴേക്ക് ചാടി ഇറങ്ങിയിട്ട് ഞാനും ഓടാൻ തുടങ്ങി. ഞാനിങ്ങനെ ഓടി അവസാനം ഇയാളെ മുമ്പ് പോയി പെട്ട് ചെയ്ത്. ഇയാളെ മുമ്പിൽ പോയി പെട്ട് ഇയാൾ എന്നെ പിടിച്ച്. പറങ്കിമാവിന്റെ മുകളിൽ കയറി പറങ്കിയാണ്ടിക്ക് കത്തുന്ന നീയാണോ? ഞാൻ പറഞ്ഞു, ഞാൻ സംഭവം അറിയ പോലും ഇല്ല, ഞാൻ എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ പോകുന്നത്, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നൊക്കെ പറ, ആരാണ് ഇപ്പോൾ ഓടിപ്പോയത്? ഞാൻ എനിക്കറിയില്ല, ഞാനവരെ കണ്ടിട്ടുമില്ല, എനിക്കറിയില്ല. അങ്ങനെ ഇയാൾ എന്നെ വിട്ടു. 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഈ പറമ്പിലെത്തി. അവിടെ വീണ് കിടന്ന കശുവണ്ടിയൊക്കെ ഞങ്ങൾ പെറുക്കിയെടുത്ത് പതിവ് പോലെ തന്നെ കളിക്കാൻ പോയി. പക്ഷെ ഈ കളിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അത് എപ്പോഴും ഞാൻ കളിയിൽ പരാജയപ്പെടും, ഞാൻ തോൽക്കും. അപ്പോൾ ഞാൻ തോറ്റാൽ എന്താണ്, എൻ്റെ കശുവണ്ടി മൊത്തം ഒന്നെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനെ കിട്ടും, അല്ലെങ്കിൽ അമ്മായിൻ്റെ മകന് കിട്ടും, അല്ലെങ്കിൽ ആരാണ് ഞങ്ങളുടെ കൂടെ കളിക്കുന്നത് അവനെ കിട്ടും. അങ്ങനെ എൻ്റെ കശുവണ്ടിക്ക് തീർന്നാൽ പിന്നെ ഞാൻ ഇവരെ പിന്നാലെ കൂടും. അതിന് മറ്റൊരു കാര്യമുണ്ട്. ഈ കളി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിയ ഈ കശുവണ്ടിക്ക് ഇവർ ചുട്ടെടുക്കും. ചുട്ടിട്ട് അതിൻ്റെ കാമ്പെടുത്തിട്ട് തിന്നും. അപ്പോൾ ഈ കാമ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവരെ പിന്നാലെ കൂടിയിരുന്നത്. പക്ഷേ അത് രസകരമായൊരു കളിയായിരുന്നു. ഇന്ന് അത്തരം കളികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ ഗ്രാമത്തിൽ ഇത്തരം കളികൾ ഇന്ന് കാണാറില്ല. ഇതുപോലെ അന്ന് ഞങ്ങളൊക്കെ കളിച്ച മറ്റൊരു ഗ്രാമീണ കളിയായിരുന്നു ഗോട്ടികളി. കോട്ടികളി എന്നും അതിന് പറയാറുണ്ട്. ഗോട്ടി കിട്ടണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങണം. ഉമ്മ വീട്ടിൽ നിന്നും സാധനത്തിന് തരുന്ന കാശ്, അതിൽ നിന്ന് 50 പൈസ 1 രൂപക്ക് ഞാൻ അടിച്ചു മാറ്റും. പൈസ കൊണ്ട് ഞാൻ ഗോട്ടി വാങ്ങും. ഞാൻ പരാജയപ്പെടും. പിന്നെ ആ ഗോട്ടിയൊക്കെ മറ്റുള്ളവൻ്റെ കയ്യിലെത്തും. പിന്നെ വീട്ടിൽ നിന്ന് കാശൊന്നും കിട്ടാതെയായി. എൻ്റെ കയ്യിൽ ഗോട്ടിയില്ല. ഇഷ്ടമുള്ള ഒരു കളിയായിരുന്നു ഗോട്ടി. ഒരു ദിവസം ഉമ്മ എനിക്ക് പുതിയൊരു പേന തന്നു. ഞാൻ എങ്ങനെ വീട്ടിലെത്തിയെന്ന് ചോദിച്ചാൽ, ഒരാൾ ഗൾഫിൽ പോയിട്ട് വീട്ടിലേക്ക് കൊണ്ടുതന്ന പേനയാണത്. അപ്പോൾ ഉമ്മ എന്നിട്ട് ഈ പേന സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് തന്നു. ഇത് പുതിയ പേന കേട്ടോ, പേന കളയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ തന്നത്. ഞാൻ ഈ പേനയും കൊണ്ട് സ്കൂളിലെത്തിയപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ ബാഗിൽ ഒരുപാട് പല വലിപ്പത്തിലും പല നിറത്തിലുമുള്ള ഗോട്ടികൾ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. ആ ഗോട്ടി ഒന്ന് കിട്ടണം. കവറിൽ എൻ്റെ പേന ഉണ്ട്. ഞാൻ ആ പേന മെല്ലെ പുറത്തെടുത്തു. എന്നിട്ട് ഇവനെ കാണിച്ചു. അപ്പോൾ ഇവൻ ചോദിച്ചു, ഈ പേന എനിക്ക് തരുമോ ചോദിച്ചു. എനിക്ക് നിന്റെ ഗോട്ടി തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പേന തരും. പേന ഇവനക്ക് കൊടുത്തു. അതിന് പകരം ഇവൻ എനിക്ക് ഗോട്ടി തന്നു. ഈ ഗോട്ടിയും കൊണ്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോവാതെ കളിക്കാൻ പോയി. പിറ്റേ ദിവസം കളിച്ചു. ആ ഗോട്ടി മുഴുവനും എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ കളിയിൽ തോറ്റു. ജയിച്ചവൻ എൻ്റെ ഗോട്ടി മുഴുവൻ കിട്ടുകയും ചെയ്തു. പിന്നീട് ഉമ്മ പേന ചോദിക്കുകയോ അതിനെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഞാനിത് പറഞ്ഞത്, അന്ന് ഇത്തരം കളികളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഇത്തരം കളികളിലൂടെയാണ് നമ്മളൊക്കെ വളർന്നത്. നമ്മുടെയൊക്കെ വ്യക്തിത്വ വികസനത്തിൽ, നമ്മുടെ വളർച്ചയിലും ഇത്തരം കളികൾക്ക്
പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. കളി നമ്മുടെ മാനസിക വളർച്ചയിലും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കളിക്കേണ്ട സമയത്ത് കളിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.